ഹേ ഹലോ, ഒത്തിരി ആയില്ലേ നമുക്ക് കണ്ടിട്ട് കുറേ വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു, ബട്ട് നടക്കാറില്ല. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു 9:30 ആയപ്പോഴേക്കും ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പകരം ഒരു അവാർഡ് സെറമണി ആയിരുന്നു. എന്ത് അവാർഡ് സെറമണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫോർ സിവിൽ എഞ്ചിനീയേഴ്സിന് നമ്മുടെ പ്രൊജക്ട് കഴിയുമില്ല, 4th ഇയറിൽ നമുക്കൊരു പ്രൊജക്ട് ഉണ്ടല്ലോ, അതിൽ ബെസ്റ്റ് പ്രൊജക്റ്റിന് കൊടുക്കുന്ന ഒരു അവാർഡ് സെറമണിയാണിത്. അത് സ്മൈൽസ് അഞ്ജിത സുരേഷ് എൻഡോമെൻറ്റ് അവാർഡാണ് അവാർഡിന് പറയുന്നത്. അഞ്ജിത സുരേഷ് പണ്ട് നമ്മുടെ കോളേജിൽ പഠിച്ചൊരു കുട്ടി, അപ്പോൾ ആളുടെ ഒരു മെമ്മറിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു അവാർഡാണിത്, ഫോർ ദ ബെസ്റ്റ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ടീമിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നത്. ആൻഡ് അവരുടെ ഗൈഡും അവിടെ അടുത്തുണ്ട്. അപ്പോൾ എന്താ പറയുക, 4th ഇയർ കഴിയുമ്പോൾ 4th ഇയർ നമ്മൾ എത്തുമ്പോൾ അവിടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ബെസ്റ്റ് ഫണ്ടിന് അവാർഡ് കിട്ടുന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും 1 മണിയായി. ഞങ്ങൾക്ക് 1 മണി തുടങ്ങി 4 മണി വരെ ലാബ് ഉണ്ടായിരുന്നു, പക്ഷേ 1 അവർ ഡിലേ ആയി. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് 2 മണിയാകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വേഗം യൂണിഫോമൊക്കെ മാറ്റി, ഇത്രയും റെക്കോർഡ് ഉണ്ട്, എൻ്റെ മാത്രം റെക്കോർഡല്ല, എൻ്റെ ഗ്രൂപ്പിൻ്റെ ബാക്കിയുള്ളവരുടെ കൂടി റെക്കോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ധൃതിയിലാട്ടോ, കാരണം ഓൾറെഡി അവിടെ 1 അവർ ഡിലേ ആയതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് റഷ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ വേഗം ചെന്ന് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് നേരെ ലാബിലോട്ടുള്ള ഓട്ടോ ആണ് കാണുന്നത്. നല്ല വെയിലുമായിരുന്നു, നല്ല വെയിലുണ്ട് ഇപ്പോൾ. ഓൾറെഡി പനിയും കൂടി ഉള്ളതുകൊണ്ട് വെയിൽ കൊള്ളുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാബൊക്കെ പോയി. ലാബിൽ നിന്ന് ഞങ്ങൾക്ക് സീവ് അനാലിസിസിൻ്റെ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും പൊടിയൊക്കെ അടിച്ചപ്പോഴേക്കും ഒന്നും കൂടി പനിയൊക്കെ വേഴ്സായി. അപ്പോൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ടാവാം. പിന്നെ ക്യാൻറ്റീനിൽ പോയി എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് എനിക്ക് ഈവനിങ് ആയപ്പോഴേക്കും നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വേപ്പറൈസർ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ ആയതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാവരും കോളേജിലുണ്ട് ഒരു 4 മണി കഴിഞ്ഞാലും. ഇതിപ്പോൾ നമ്മുടെ മെൻസ് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം LH പോകാൻ. അപ്പോൾ ഞാൻ എന്തായാലും പോകില്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്ലിപ്സ് എടുത്ത്, ക്ലാരിറ്റി കുറവാണ്, പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. കാരണം ഫുൾ ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട്, കാടാണെങ്കിൽ പോലും കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഇത് മൊത്തം മെൻസ് ഹോസ്റ്റലിൻ്റെ ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫുഡ് പാത്ത് ഉണ്ട്, അത് വഴി കൂടെ പോയിട്ട് നമുക്ക് ലേഡീസ് ഹോസ്റ്റലിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഗൈസ് LH ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു റൂം ഇരിക്കുന്നത്. ഇവിടെ എത്ര പേരെ, 4 പേരുടെ റൂമാണ്. എന്നോട് ചോദിക്കാറുണ്ട് LH എങ്ങനെയാണ് കാര്യങ്ങളാണ്. ഇത് LH ആണ്. അപ്പോൾ ഇതിൽ ഒരു പല ബ്ലോക്സ് ഉണ്ട്, അതിലൊരു ബ്ലോക്കിലെ റൂമാണ് കേട്ടോ ഞാൻ കാട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാട്ടിയതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, ബൈ.